ഹലോ ഗൈസ്, സമയം 4 മണിയാകാൻ പോകുന്നതുകൊണ്ട് തന്നെ പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്ത് കൊടുക്കുമെന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നേ. സത്യം പറഞ്ഞാൽ കയറുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ അവരുടെ മോഹം ശരിക്കും പാടും. കാരണം സ്കൂളിൽ നിന്ന് തളർന്നു കുത്തിയൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് കിട്ടുമ്പോൾ അത് പിള്ളേർക്ക് തന്നെ ഒരു സന്തോഷമാണല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ കാണുന്നത് ആർക്കും ഇഷ്ടമില്ലാത്തൊരു സാധനം ഇരിക്കുന്നു. അധികം ആരും വീട്ടിൽ കഴിക്കാറുമില്ല. പിന്നെ നമുക്ക് കിട്ടുന്നത് കൊണ്ട് നമ്മൾ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും, അല്ലെങ്കിൽ വലിയവർ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അങ്ങ് കഴിക്കും. പിള്ളേർക്ക് ഈ സാധനത്തിനോട് ഒട്ടും താല്പര്യമില്ല കേട്ടോ. പക്ഷേ ഇതെങ്ങനെയെങ്കിലും പിള്ളേരെ കൊണ്ട് കഴിപ്പിക്കണമെന്നുള്ളൊരു ചലഞ്ച് അങ്ങ് ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത കുറച്ച് ഐറ്റങ്ങൾ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സാധനം ഉണ്ടാക്കാൻ അങ്ങോട്ട് തീരുമാനിച്ചു. അങ്ങനെയാണ് നമ്മൾ വീട്ടിൽ കിടന്ന 2 ഏത്തപ്പഴവും എടുത്ത് പിന്നെ ഒരു കവർ പാലും വാങ്ങിച്ച് പിന്നെ അവർക്ക് ഇഷ്ടമില്ലാത്ത ഈ അമൃതം പൊടിയും എടുത്ത് അങ്ങ് സാധനം സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വേറൊന്നുമല്ല, നമ്മളൊരു കിടിലൻ ഷെയ്ക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഷെയ്ക്ക് എന്നൊക്കെ കേൾക്കുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഒന്നുമില്ലെങ്കിലും ഷെയ്ക്ക് എന്നൊക്കെ കേട്ടാൽ അവർ എന്തായാലും കുടിക്കുമെന്ന് ഉറപ്പുമാണ്. അപ്പോൾ അമൃതം പൊടി മിക്സ് ചെയ്ത് എങ്ങനെയാണ് ഷെയ്ക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. വേറൊന്നുമില്ല ഗൈസ്, നമ്മുടെ ഏത്തപ്പഴവും 2-3 കവർ ബൂസ്റ്റും പിന്നെ നമ്മുടെ ഒരു ഷോയ്ക്ക് വേണ്ടി ചുമ്മാ ഒരു കവർ കപ്പലണ്ടിയും കൂടെ വാങ്ങിച്ചതേ ഉള്ളൂ. പിന്നെ നമ്മുടെ പാലും. ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിന് വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ പാല് പൊട്ടിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്തോട്ട് നമ്മൾ നമ്മുടെ ബൂസ്റ്റും അങ്ങോട്ട് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഏത്തപ്പഴമാണ്. ചില പിള്ളേരൊന്നും ഏത്തപ്പഴം അങ്ങനെ കഴിക്കാറൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ബൂസ്റ്റൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാൾ വന്ന് നോക്കി നിൽക്കുന്നത് കണ്ടോ ഗൈസ്. ബൂസ്റ്റ് പൊട്ടിക്കുന്നത് കണ്ടപ്പോഴാണ് ആൾ ഈ വന്ന് നിപ്പ് തുടങ്ങിയത്. പിന്നെ നമ്മൾ പറഞ്ഞു ഷെയ്ക്ക് ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് ചിരിച്ചുകൊണ്ട്. അങ്ങനെ വടിയിൽ നിന്ന് വന്നതേ ഉള്ള ആളെ. അങ്ങനെ നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഏത്തപ്പഴമാണ്. അങ്ങനെ നമ്മൾ ഏത്തപ്പഴം നമ്മുടെ പാലും ബൂസ്റ്റും കൂടെ മിക്സ് ചെയ്ത സംഭവത്തിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. ഈ കൂട്ടത്തിലേക്ക് നമ്മുടെ അമൃതം പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ രഹസ്യമാണ്, കാരണം അമൃതം പൊടി എന്നുള്ളൊരു സാധനം ഇതിനകത്തോട്ട് ചേർത്തെന്ന് നമ്മുടെ പിള്ളേർ അറിയാൻ പാടില്ലല്ലോ. പക്ഷേ അവരത് കഴിക്കാൻ വേണം. അങ്ങനെ നമ്മൾ പഴവും കൂടെ ചേർത്ത് പിന്നെ നമ്മൾ കപ്പലണ്ടി ഇപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ലാസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഈ കപ്പലണ്ടി വെച്ചിരിക്കുന്നത്, ചുമ്മാ ഒരു ടേസ്റ്റിന് വേണ്ടി. അപ്പോൾ നമ്മൾ ജാറിലാക്കിയ സംഭവം എല്ലാം കൂടെ കൊണ്ടുപോയി അടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ടിത് അടിച്ചിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കപ്പലണ്ടിയും കൂടെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് കപ്പലണ്ടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ നമുക്ക് മിക്സിയെ ഇട്ട് ക്രഷ് ചെയ്തെടുക്കാം. സത്യം പറഞ്ഞാൽ ഈ ഷേക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷാർജ ഷേക്കിൻ്റെ അതേ ഒരു ടെക്സ്ചർ തന്നെയാണ് കേട്ടോ. കുടിക്കാനും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ഇതിനകത്ത് അമൃതം പൊടി തുള്ളി പോലും ചേർത്തിട്ടുണ്ടെന്ന് മനസ്സിലായതേ ഇല്ല. കാരണം അമൃതം പൊടിയുടെ ആ ഒരു ടേസ്റ്റൊക്കെ പിള്ളേർക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. അത് എന്ത് രീതിയിൽ ഉണ്ടാക്കി കൊടുത്താലും അവർ ആ ടേസ്റ്റ് കണ്ടുപിടിക്കും. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവർക്ക് ഒട്ടും മനസ്സിലായില്ല എന്നുള്ളതാണ് വാസ്തവം. സത്യം പറഞ്ഞാൽ ഇത്രയും ടേസ്റ്റായിട്ട് ഷേക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചത് പോലുമല്ല. കാരണം നമ്മൾ സാധാരണ ഷേക്ക് കുടിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ടേസ്റ്റ് ആയിരുന്നു ഈ ഷേക്കിനുണ്ടായിരുന്നത്. അപ്പം അത്രയ്ക്ക് ടേസ്റ്റായിട്ടാണ് ഷേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഒരാളിതാ ഇവിടെ കരയുന്നുണ്ട് ഷേക്ക് കിട്ടാത്തതിൻ്റെ പേരിൽ. കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞ ഒരാളിന് കരയുന്നുണ്ടോ? എന്ത് കൊടുത്താലും അവന് ഫസ്റ്റ് കുടിക്കണമെന്നാണ് അവൻ്റെ കാര്യം. സൂപ്പറാണോ? ഇഷ്ടപ്പെട്ടോടി? അവൻ വാങ്ങിന പാത്രം എടുക്കുന്നില്ല ഗൈസ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സാധനത്തിന് എത്ര ടേസ്റ്റ് ഉണ്ടെന്ന്. സൂപ്പർ എന്ന് പറ, സൂപ്പർ പറ. ഇവിടെ ക്യാമറ നോക്കി പറ. അപ്പോൾ നമ്മുടെ ഈ ഷേക്ക് ഇഷ്ടപ്പെട്ടവരൊക്കെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കൂടെ നോക്കുക.